ഫീസ് റെഗുലേഷൻ കമ്മിറ്റി ഇല്ലാതെയാണ് സർക്കാർ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ബാക്കിയുള്ള സ്റ്റേറ്റുകളിലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയെ അപേക്ഷിച്ച് ഇവിടുത്തെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വലിയ തുക കൊടുത്ത് പഠിക്കേണ്ട സാഹചര്യം വരും. ഇതിൻ്റെ ഒപ്പം തന്നെ സർക്കാർ ചെയ്യുന്ന മറ്റൊരു ക്രൂരതയാണ് എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഫീസ് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബില്ല് കൊണ്ടുവന്നത് കച്ചവടത്തിന് വേണ്ടിയാണെന്ന് തീർത്തും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന, അത് ഉറപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ആ നിയമമായിട്ട് മുന്നോട്ട് പോകുന്നത്. 7 to 10 ലക്ഷം രൂപയാണ് ഒരു മെഡിക്കൽ വിദ്യാർത്ഥിക്ക് ചെലവ് വരുന്നത്. ഇനി അതങ്ങോട്ട് 20 to 25 ലക്ഷം ആക്കിയാൽ ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ 10 to 15 ലക്ഷത്തിൽ പഠിക്കാൻ വേണ്ടി സാധിക്കും. അവരങ്ങോട്ട് പോകും. സ്വാഭാവികമായിട്ടും നമ്മുടെ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസം തകർന്നാലും പ്രശ്നമില്ല, ഞങ്ങൾക്ക് ഇലക്ഷന് മുമ്പ് പൈസ കിട്ടണം. ഈ ഒരു പ്രവർത്തനമാണ് യൂണിവേഴ്സിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സത്യം മനസ്സിലാക്കണം. നമ്മുടെ സംസ്ഥാന സർക്കാർ സത്യം മനസ്സിലാക്കി നമ്മൾ നമ്പർ 1 ആണ് എന്ന് പറയുന്ന ആ കാര്യം നിർത്തിക്കൊണ്ട് നമ്പർ 1 ആവാനുള്ള യഥാർത്ഥ ശ്രമം നടത്തുകയാണ് ചെയ്യേണ്ടത്. നമസ്കാരം. നമ്മുടെ സംസ്ഥാന സർക്കാർ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള നിയമനിർമ്മാണം നടത്തി. പക്ഷേ ഇതുവരെയും ഒരു ഫീസ് റെഗുലേഷൻ കമ്മിറ്റിയെ നിയോഗിക്കാൻ നമ്മുടെ സർക്കാർ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറെ പ്രധാനപ്പെട്ടൊരു കാര്യം. ഈ ഫീസ് റെഗുലേഷൻ കമ്മിറ്റിയുടെ പ്രാധാന്യം എന്താണ്? ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് ABVP സംസ്ഥാന സെക്രട്ടറിയായ ഈശ്വരപ്രസാദ്. നമുക്കറിയാം, നമ്മുടെ പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ സമയത്തും കഴിഞ്ഞ അധ്യയന വർഷം അവസാനം നിയമഭേദഗതി ബില്ല് കൊണ്ടുവന്ന സമയത്ത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയെ കേരളത്തിൽ സ്വാഗതം ചെയ്യുകയും അതിനു വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം നടത്തുകയും ചെയ്തു. പക്ഷേ ഇതുവരെ ഒരു ഫീസ് റെഗുലേഷൻ കമ്മിറ്റിയെ നിയമിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോ ഈ സർക്കാർ ചെയ്തിട്ടില്ല. ഫീസ് റെഗുലേഷൻ കമ്മിറ്റി ഇല്ലാതെയാണ് സർക്കാർ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിൽ പോകുന്നത്. ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി കൊണ്ടുവരുന്ന സമയത്ത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരുന്നു, അതിൻ്റെ വളർച്ച ബാക്കിയുള്ള സ്റ്റേറ്റുകളിലുണ്ട്, നമ്മുടെ സംസ്ഥാനവും അതിനു വേണ്ടിയിട്ട് തയ്യാറാവണം, അതുകൊണ്ടാണ് ഈ നയമാറ്റം എന്നെല്ലാം അവർ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വരുന്ന സമയത്ത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അവിടെ ഫീസ് റെഗുലേഷൻ കമ്മിറ്റി ഉണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഒരു നിശ്ചിത തുക കൊടുത്ത് അവിടെ പഠിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ കേരളത്തിൽ എങ്ങനെയാണ് ആ തുകയിൽ നിശ്ചിത തുക കൊടുത്ത് എങ്ങനെ പഠിക്കാൻ വേണ്ടി പറ്റുക? കാരണം ഫീസ് റെഗുലേഷൻ കമ്മിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ബാക്കിയുള്ള സ്റ്റേറ്റുകളിലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയെ അപേക്ഷിച്ച് ഇവിടുത്തെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ വലിയ തുക കൊടുത്ത് പഠിക്കേണ്ട സാഹചര്യം വരും. അപ്പോൾ ഈ വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കാൻ തയ്യാറാവാതെ പുറത്ത് തന്നെ വീണ്ടും പഠിക്കുന്ന ഒരു സാഹചര്യം വരും. ഇതാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ സർക്കാർ ചെയ്യുന്ന മറ്റൊരു ക്രൂരതയാണ് എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഫീസ് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ അഡ്മിഷൻ ഫീ കേരള യൂണിവേഴ്സിറ്റിയുടെ 1550 രൂപ ഉണ്ടായിരുന്നത് 2555 രൂപയായി. സ്വാഭാവികമായിട്ട് അഡ്മിഷൻ എടുക്കാൻ പോകുന്നൊരു വിദ്യാർത്ഥി, സാധാരണക്കാരനായ വിദ്യാർത്ഥി അവിടെ അഡ്മിഷൻ എടുക്കാൻ മടിക്കും. ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് തന്നെ അതിന് വേണ്ടിയിട്ട് സാധാരണ വിദ്യാർത്ഥികൾക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യവും ഈ സർക്കാർ ഒരുക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബില്ല് കൊണ്ടുവന്നത് കച്ചവടത്തിന് വേണ്ടിയാണെന്ന് തീർത്തും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന, അത് ഉറപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ആ നിയമമായിട്ട് മുന്നോട്ട് പോകുന്നത്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വേണ്ട രീതിയിൽ വളർച്ച ഉണ്ടാവണം എന്നുള്ളതുകൊണ്ടാണ് സർക്കാർ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നമ്മുടെ അഫിലിയേറ്റഡ് കോളേജുകളെ തകർക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി രാഷ്ട്രീയവൽക്കരണവും യൂണിവേഴ്സിറ്റി നിയമ ഭേദഗതിയിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള യൂണിവേഴ്സിറ്റികളെ തകർക്കുന്ന രീതിയിൽ അതിൻ്റെ സ്വയംഭരണാവകാശം എടുത്തു കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫീ സ്ട്രക്ചറുകളെ മൊത്തം പൊളിച്ചെഴുതിക്കൊണ്ട് ഇതിന് മാറ്റം വരുത്തുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ യൂണിവേഴ്സിറ്റികളിലേക്ക് വിദ്യാർത്ഥികൾ പഠിക്കാൻ വിമുഖത കാണിക്കും. കാരണം അവിടെ ഫീസ് സാധാരണ സർക്കാർ സ്ഥാപനങ്ങളിലേക്കാൾ കൂടുതലാണ്. ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ പോകുന്ന സമയത്ത് ഇതിലും വളരെ കുറഞ്ഞ തുകയ്ക്ക് അവർക്ക് യൂണിവേഴ്സിറ്റിയിൽ പഠനം നടത്താൻ വേണ്ടി സാധിക്കും. ഇനി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പോകാൻ വേണ്ടി സാധിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, ഒരു ആവറേജ് വിദ്യാർത്ഥികൾ. അവർ കേരളത്തിലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ പുറത്തെ യൂണിവേഴ്സിറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് പോകും. നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും, പുറത്ത് ഫീസ് റെഗുലേഷൻ കമ്മിറ്റിയുണ്ട്, അവിടെ നിശ്ചിത തുകയുണ്ട്, അതിന് കൂടുതൽ അവർ പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവില്ല. അതുകൊണ്ട് അവർ പുറത്തെ യൂണിവേഴ്സിറ്റി പോകും. ഉദാഹരണത്തിന് ഇപ്പം കേരളത്തിൽ 24ഓളം മെഡിക്കൽ കോളേജുകളുണ്ട്. ഈ മെഡിക്കൽ കോളേജുകൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ അവരതിൻ്റെ ബാക്കി മാനദണ്ഡങ്ങൾ പൂർത്തീകരിച്ച് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആക്കിയാൽ ഇപ്പോൾ 7 to 10 ലക്ഷം രൂപയാണ് ഒരു മെഡിക്കൽ വിദ്യാർത്ഥിക്ക് ചെലവ് വരുന്നത്. ഇനി അതങ്ങോട്ട് 20 to 25 ലക്ഷം ആക്കിയാൽ ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ 10 to 15 ലക്ഷത്തിൽ പഠിക്കാൻ വേണ്ടി സാധിക്കും. അവരങ്ങോട്ട് പോകും സ്വാഭാവികമായിട്ട്. അപ്പോൾ ഇവിടുത്തെ ഈ മേഖല, വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായിട്ട് തകർക്കുകയാണ് ചെയ്യുന്നത്. ഇത് തകർക്കുന്ന സമയത്ത് ഒരു പ്രതിബദ്ധത പോലും ഇല്ലാതെ നമ്മുടെ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസം തകർന്നാലും പ്രശ്നമില്ല, ഞങ്ങൾക്ക് ഇലക്ഷന് മുമ്പ് പൈസ കിട്ടണം. ഈ ഒരു പ്രവർത്തനമാണ് യൂണിവേഴ്സിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റികൾ സിൻഡിക്കേറ്റ് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നീതി ആയോഗിൻ്റെ റിപ്പോർട്ടിന് എങ്ങനെയാണ്? നീതി ആയോഗിൻ്റെ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എല്ലാ
ശരാശരികളെക്കാളും ഇപ്പം കോളേജുകളുടെ സാന്ദ്രതയിലാണെങ്കിലും അതവരുടെ പഠന നിലവാരത്തിൻ്റെ സാന്ദ്രതയിലാണെങ്കിലും നമ്മൾ പിന്നിലാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചയായിരിക്കുന്ന കാര്യമാണ് സാക്ഷരത +2 പാസ്സായതിൻ്റെ ഒരു സംഭവം. മിസോറാം 99.8% വെച്ച് മുമ്പിൽ വരുന്നു. ആ സമയത്ത് നമ്മൾ നമ്പർ 1 ആണ്, നമ്മൾ നമ്പർ 1 ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സത്യം മനസ്സിലാക്കണം. നമ്മുടെ സംസ്ഥാന സർക്കാർ സത്യം മനസ്സിലാക്കി നമ്മൾ നമ്പർ 1 ആണ് എന്ന് പറയുന്ന ആ കാര്യം നിർത്തിക്കൊണ്ട് നമ്പർ 1 ആവാനുള്ള യഥാർത്ഥ ശ്രമം നടത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് ഓൾറെഡി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടുതൽ ഡേറ്റയിൽ അതിൽ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കൃത്യമായിട്ട് ഓരോ പോയിന്റിലും കേരളം എത്രയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്പർ 1 അല്ല, അതിലാകെ ആരോഗ്യ മേഖലയിലാണ് കുറച്ച് നമ്മൾ വേണ്ട രീതിയിൽ മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാം ഇന്ന് ഈ വിഷയത്തിൽ തന്നെ സംസാരിച്ചാൽ കേരളത്തിലെ നഴ്സിംഗ് കോളേജുകളുടെ അവസ്ഥ എന്താ? ആ നഴ്സിംഗ് കോളേജിൽ സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണല്ലോ വിദ്യാർത്ഥികൾ ബാംഗ്ലൂരും കോയമ്പത്തൂരും പോയിട്ട് നഴ്സിംഗ് പഠിക്കുന്നത്. പത്തനംതിട്ട നമുക്കറിയാം വീണ ജോർജിൻ്റെ മണ്ഡലത്തിൽ അവിടുത്തെ നഴ്സിംഗ് കോളേജിലെ സാഹചര്യം എന്താ? കഴിഞ്ഞ വർഷം അവിടെ വലിയ സമരം നടക്കുകയാണ്. ഇനി മെഡിക്കൽ കോളേജുകൾ നോക്കിയാൽ സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ എന്താ? ഇടുക്കി പോലുള്ള ജില്ലയിൽ സർക്കാർ മെഡിക്കൽ കോളേജ് ആവശ്യമാണ്. കാരണം അവിടുത്തെ ആൾക്കാർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് സർക്കാരിനെയാണ്. അവിടുത്തെ മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ എന്താ? വയനാട് മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ എന്താ? പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ എന്താ? ആ സമയത്തൊക്കെ അവിടെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾക്ക് പ്രവർത്തിക്കാനുള്ള എല്ലാ സൗകര്യം ഒരുക്കി കൊടുക്കുകയും അവർക്ക് ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയിട്ട് മാറ്റിക്കൊണ്ട് അതൊരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആക്കി മാറ്റിക്കൊണ്ടുള്ള വലിയ ഫീസിൽ അത് നടത്തിക്കൊണ്ടുപോകാൻ അവിടെ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ സാധാരണ വിദ്യാർത്ഥികൾ ഇവിടെ പോകാൻ വേണ്ടിയിട്ട് തയ്യാറാവാതെ പുറത്ത് പോകാൻ വേണ്ടി തയ്യാറാവും. പൈസയുള്ള അത്യാവശ്യം വിദ്യാർത്ഥികൾ കേരളത്തിൽ ഇത്തരം യൂണിവേഴ്സിറ്റികളിൽ പോകും. അപ്പം കേരളത്തിലെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ഈ നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് വരുന്ന നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നമ്മൾ നമ്പർ 1 അല്ല എന്നുള്ളത്. അത് കേരളത്തിനെ ഇകഴ്ത്താൻ വേണ്ടി പറയുന്നതല്ല. നമ്മൾ നമ്പർ 1 ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇത് കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മുടെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് കേരളം തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് അതിനെ നശിപ്പിക്കുകയാണ് ഈ സർക്കാർ ചെയ്തിട്ടുള്ളത്.